ഞാൻ പിടിക്കാം, ഞാൻ വിളിച്ചോളാം, പേടിക്കണ്ട. അല്ല, അങ്ങനെ ഒരു സർക്കാർ വന്നാൽ, ഒരു കഴിവുള്ള സർക്കാർ വന്നാൽ, ഇത് കഴിവില്ലാത്ത സർക്കാരല്ല ഇരിക്കുന്നത് 10 കൊല്ലം. അത് മനസ്സിലായിട്ടില്ലേ? ഞാൻ 10 തവണ പറഞ്ഞതാണത്. അതും കേട്ടിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഞാൻ തീരുമാനിച്ചിട്ട് പറയാം. ഇനി എന്ത് നടന്നു 3 കൊല്ലം മുമ്പേ, 4 കൊല്ലം മുമ്പേ, 10 കൊല്ലം മുമ്പേ എന്ന് ഞാൻ പറഞ്ഞു നടക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് താല്പര്യമില്ല. അത് നിങ്ങൾ ചെയ്തോളൂ. വിദ്യാഭ്യാസ മിനിസ്റ്ററായ ഒരു MLA SDP കാല് പിടിച്ച് സ്വീകരിക്കുന്ന സ്ഥിതിയിലാണ് ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതെല്ലാം നോക്കൂ. ഇനിയിപ്പോൾ PC ജോർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് PC ജോർജിനോട് ചോദിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനല്ല, ഒരു അതല്ല എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ഒന്നുമല്ല. എനിക്കിപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. പറയൂ. എനിക്ക് ഞാനത് പ്രധാനപ്പെട്ട കാരണമൊന്നും ഞാൻ ആ ടൈറ്റിൽ എടുക്കാൻ പോകുന്നില്ല. ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ഹോം മിനിസ്റ്ററോടും മിന്നാന്ന് സംസാരിച്ചു. അദ്ദേഹം ഈ FCRA ബില്ലിനെ കുറിച്ച് എനിക്ക് എക്സ്പ്ലനേഷൻ തന്നു. എന്നെ വിളിച്ച എല്ലാവരോടും ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ടും ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു. ഇതിൻ്റെ ഈ ആശങ്കയും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഈ ബില്ല് പാസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണോ, സെക്കൻഡ് ഫാക്ടറാണോ, തേർഡ് ഫാക്ടറാണോ എന്ന് എനിക്കറിയില്ല. അത് അവിടെ ചോദിക്കേണ്ടി വരും. അതെല്ലാം നോക്കൂ. ഇനിയിപ്പോൾ PC ജോർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് PC ജോർജിനോട് ചോദിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനല്ല, മറ്റൊരു പോയിന്റ്. FCRA എന്ന് പറഞ്ഞത് ഒരു സമുദായത്തിനെ ബാധിക്കുന്നതോ ഒരു സമുദായത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ആ ബില്ല്. പിന്നെ എന്തിനാണ് നിങ്ങളൊരു മൈനോറിറ്റി എന്ന് പറഞ്ഞു നടക്കുന്നത്? FCRA ഹിന്ദു ടെമ്പിൾസിന് അല്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ. അവർ വാർത്താ സമ്മേളനം നടത്തി, അവർ പറഞ്ഞു ഒരു ആശങ്കയുണ്ട്, അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ബില്ല് പാസ്സായില്ല. അതല്ല എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ഒന്നുമല്ല. എനിക്കിപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. അത് പറയുന്ന ആൾക്കാരോട് ചോദിക്കണം. അല്ല, FCRA വഴി മിസ്യൂസ് നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതിലൊരു അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. അത് ആരാണ് ചെയ്യുന്നത് എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ഡേറ്റ ഒന്നുമില്ല. മണി ലോണ്ടറിങ് ഒരു വലിയ ഇഷ്യൂ ആണ്. അത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിൽ വലിയ ഇഷ്യൂ ആണ്. അതിലൊരു അഭിപ്രായ വ്യത്യാസമല്ല. അതിനുവേണ്ടി ചില റിഫോംസ് കൊണ്ടുവരുന്നു. ചിലവർ അതിനൊരു പ്രചരണം നടത്തുമ്പോൾ ഓക്കെ, ആശങ്കയുണ്ട്. ആശങ്ക നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്താൽ മതി. ഇനി എന്ത് നടന്നു 3 കൊല്ലം മുമ്പേ, 4 കൊല്ലം മുമ്പേ, 10 കൊല്ലം മുമ്പേ എന്ന് ഞാൻ പറഞ്ഞു നടക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് താല്പര്യമില്ല. അത് നിങ്ങൾ ചെയ്തോളൂ. അല്ല, അതല്ല ആശങ്ക. അത് ആശങ്കയാണ്. അത് ഞാൻ സമ്മതിച്ചല്ലോ. അവർ എന്നോട് തന്നെ വിളിച്ച് പറഞ്ഞേ. ഞാൻ പറഞ്ഞല്ലേ, എന്നെ വിളിച്ച് എനിക്ക് മെസ്സേജ്, എനിക്ക് ലെറ്റർ എല്ലാം തന്നല്ലോ. ഇനി ഞങ്ങൾക്കൊരു ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വറി ഉണ്ട്, അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ ഫോണിൽ സംസാരിച്ചു. ഇനിയിപ്പോൾ എനിക്ക് എവിടെയും പോകാൻ സമയമൊന്നുമില്ല, കാരണം ഞാൻ സ്ഥാനാർത്ഥിയല്ലേ. അപ്പോൾ ഞാൻ വിളിച്ചു, സീനിയർ ലീഡേഴ്സിനെല്ലാം വിളിച്ചു, ഞാൻ വിളിച്ചു, പൊളിറ്റിക്കൽ ലീഡേഴ്സ് വിളിച്ചു, പാർട്ടീൻ്റെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടും ഒരു ആശങ്കയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു. അല്ല, 1 നേഷൻ 1 പെൻഷൻ എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമല്ല, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ട കാര്യമാണ്. അല്ല, അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ, ഭരിക്കാനൊരു അവസരം തന്നാൽ, BJP എൻ്റെ സർക്കാർ ഉണ്ടെങ്കിൽ കേരളത്തിൽ, അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം 1 നേഷൻ 1 പെൻഷൻ ഇമ്പാക്ട് ചെയ്യുന്നത് ഗവൺമെൻറ് പെൻഷനേഴ്സിനാണ്. അത് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്
വരാൻ പോകുന്ന കാലത്തിൽ EPF ഒരു വലിയ റിഫോം വരാൻ പോകുന്നുണ്ട്. EPF വഴി പെൻഷൻ കിട്ടുന്നവർക്ക് നല്ലൊരു ഇൻക്രീസ് വരാൻ പോകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു കൺഫർമേഷൻ ഒന്നുമല്ല, ഞാൻ മനസ്സിലാക്കേണ്ടത്. അല്ല, നോക്കൂ, ഇപ്പൊ ഈ എലക്ഷന്റെ മുമ്പ് എല്ലാം ഈ കോൺഗ്രസും CPM പ്രചരണം ഇഷ്യൂ ആക്കും. അത് എൻ്റെ വീടാണോ എന്താണെങ്കിലും അവർ ചെയ്യല്ലോ. അവർക്ക് എന്തിനാ ഞാനൊരു എക്സ്ക്യൂസ് കൊടുക്കുന്നത്? അവർക്ക് പോസിറ്റീവായിട്ട് പറയാനൊന്നുമില്ല. അവർ മാനുഫാക്ചർ ചെയ്തിട്ട് ഓരോരോ ഇഷ്യൂ പറയുന്നു. ഈ മഞ്ചേശ്വരത്തിൽ SDPIൻ്റെ ഒപ്പം ഒരു ഡീൽ ചെയ്ത പാർട്ടിയാണ് ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ ഒരു മിനിസ്റ്ററായ, വിദ്യാഭ്യാസ മിനിസ്റ്ററായ ഒരു MLA SDPIൻ്റെ കാല് പിടിച്ച് സ്വീകരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് അവർക്കൊരു പ്രചരണത്തിൻ്റെ ഒരു അവസരം കൊടുക്കേണ്ടത്? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ. ഓക്കെ. ഇല്ല, അതും കേട്ടിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഞാൻ തീരുമാനിച്ചിട്ട് പറയാം. മറ്റൊരു വിഷയം എന്തെങ്കിലും, ശിവൻകുട്ടിയുടെ വേറെ എന്തെങ്കിലും? കാലാകാലമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. കേരളത്തിന് 2017 എയിംസ് നൽകുമെന്ന് അവകാശപ്പെടുന്നു. കോഴിക്കോട് കിനാരൂരിൽ സംസ്ഥാന സർക്കാർ സ്ഥാനം ഏറ്റെടുത്തു എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. ഇനി കേരളത്തിൽ BJP അല്ല, അത് സർക്കാർ ഏറ്റെടുത്തു എന്ന് അധികാരത്തിൽ വന്നാലേ കേരളത്തിന് എയിംസ് ലഭ്യമാവുകയുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആരാ പറഞ്ഞു? എന്തിനാണ് നിങ്ങൾ 1+1 = 25 ആക്കുന്നത്? ഞങ്ങൾ പറഞ്ഞത് ഇതിൽ കൃത്യമായി പറയുന്നല്ലോ. അല്ല, ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? BJP NDA സർക്കാർ വന്നാൽ എയിംസ് ഇവിടെ ഞങ്ങൾ നടപ്പിലാക്കി തരും. അല്ല, BJP NDA സർക്കാർ ഇവിടെ ഇല്ല. അല്ല, ഞങ്ങൾ ചെയ്തു തരും. ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അതല്ലേ ഫാക്ട്. അല്ല, അങ്ങനെ ഒരു സർക്കാർ വന്നാൽ, ഒരു കഴിവുള്ള സർക്കാർ വന്നാൽ, ഇത് കഴിവില്ലാത്ത സർക്കാരല്ല ഇരിക്കുന്നത് 10 കൊല്ലം. അത് മനസ്സിലായിട്ടില്ലേ? ഞാൻ 10 തവണ പറഞ്ഞതാണത്. ഇതെല്ലാം നോക്കുന്നു. ഞാൻ ഇതിലെ ഒരു ആംബിഗ്യൂറ്റി ഉണ്ടാകാൻ പാടില്ല. 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് വന്ന സർക്കാരാണത്. ഒന്നും ശരിയായിട്ടില്ല. എന്താണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഈ നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, നോട്ട് ചെയ്തോളൂ. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഈ നാട്ടിലാണ്. ഒന്നും ശരിയായിട്ടില്ല. അതാണ് സ്ഥിതി. അപ്പോൾ എയിംസ് പിടിച്ചിട്ട് ഒരു ഇഷ്യൂ ആക്കണ്ട. ഇവർക്ക് എയിംസ് ആണോ, കടലാക്രമണത്തിൻ്റെ സീവോളാണോ, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളാണോ, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് സത്യം. അപ്പോൾ അതിനെ മാറ്റാനാണ് BJP NDA ഒരു അവസരം ചോദിക്കുന്നത്. BJP NDA വന്നാൽ ഇതെല്ലാം ഞങ്ങൾ മാറ്റും. പറഞ്ഞിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് ഒന്ന് അയച്ചു കൊടുക്കണം. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് വന്നപ്പോൾ ഏറ്റുമാനൂരിൽ അതേ ദേവസ്വം മന്ത്രിക്കെതിരെ BJP ഒരു ശക്തനായ കാൻഡിഡേറ്റിനെ വെച്ച് രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് വരാതെ അതൊരു കാലവശി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ത് കണക്ഷൻ? അല്ല, എന്ത് കണക്ഷൻ? CBI ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ CBIന്റെ പ്രോസിക്യൂഷന്റെ പെർമിഷൻ കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അത് എന്ത് സർക്കസ് CBI ചെയ്താലും ഗവൺമെന്റ് ഓഫ് കേരളം, പിണറായി വിജയന്റെ സർക്കാർ അതിന് പെർമിഷൻ കൊടുക്കില്ല. വാസുവിനെ സംരക്ഷിക്കും. ഇതും എന്ത് സംബന്ധം? എന്താ കണക്ഷൻ? അല്ല, അത് ഘടകകക്ഷിന്റെ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ അതാണോ അതിന്റെ ഒരു പ്രൂഫ്? ഞങ്ങൾ മത്സരിച്ചാൽ മാത്രമാണോ വാസുവൻ കൊള്ളക്കാരനാണെന്ന് ഞാൻ ഇന്നെ പറയുന്നു. ദേവസ്വം മന്ത്രി അല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ആംബിഗ്യൂറ്റി ഉണ്ടാവില്ല. ദേവസ്വം മന്ത്രി വാസവൻ ജയിലിൽ പോകണം. അത് മോദിജി കൊച്ചിയിൽ പറഞ്ഞ മോദിന്റെ ഗ്യാരണ്ടിയാണ്. ഞാനും പറയുന്നു, ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. അത് 2020 മത്സരിച്ചാലോ വേറെ ആരെങ്കിലും മത്സരിച്ചാലോ വാസവൻ ജയിലിൽ പോകണം. ഇത് ഇനിയിപ്പോ അഭിപ്രായമല്ലോ. അല്ല, അത് താങ്കളുടെ അഭിപ്രായമല്ലേ? അതെങ്ങനെയാണ് ഫാക്റ്റ് ആവുന്നത്? നമുക്ക് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവാൻ ഒരു അവകാശമുണ്ട്. അല്ല, അത് വിടുന്നു.
അത് വേണ്ട, അത് ഞാൻ പറഞ്ഞില്ലേ, താങ്കളുടെ പേഴ്സണൽ അഭിപ്രായം. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. അല്ല, പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ്. ക്രിമിനൽ ഫൈറ്റ്, ക്രിമിനൽ അഡ്ജുഡിക്കേഷൻ കോർട്സിലാണ്. ഞാൻ വിളിച്ചോളാം, പേടിക്കണ്ട.